അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥാ. അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. തിരുസഭ തിരുക്കുടുംബത്തിന്റെ തിരുനാള് ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നിലനിൽക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ കുറവ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഈ കുറവുകളെല്ലാം നികത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സങ്കടങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ അൾത്താരയിൽ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുകയും അതിന് സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
ദൂതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനീകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വിക ദൈവമഹത്വത്തിൽ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ ഉത്തമ മാതൃക ഞങ്ങൾക്ക് നൽകുവാൻ തിരുവുള്ളമായ പിതാവായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹ ശൃംഖലകളിലും അവരെ പിൻചൊന്ന് അങ്ങേ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കാരുണ്യപൂർവ്വം ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമീൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന്. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകൾ തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുന്നുവിൻ.
പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർഭയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യത്തിലും നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെരോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. ഹെരോദേസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലിയോവോസാണ് പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്ത് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ ആണിത്. നസ്രത്ത് എന്ന പട്ടണത്തിൽ അവർ ചെന്ന് പാർത്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം അല്പസമയം ഇരിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മതാധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ് ആചരിക്കുന്നത്. ഇന്ന് ആദ്യത്തെ ഞായറാഴ്ചയാണ്, ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ഞായർ. എന്തുകൊണ്ടാണ് ആദ്യത്തെ ഈ ഞായറാഴ്ച തന്നെ തിരുക്കുടുംബത്തിന് നമുക്ക് നൽകി തിരുക്കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് സഭ ആവശ്യപ്പെടുന്നത്? കാരണം തിരുക്കുടുംബം നമുക്ക് ക്രൈസ്തവ കുടുംബത്തിന് മാതൃകയാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് തിരുസഭ ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാള് ആഘോഷിക്കുന്നത്. സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് തിരുക്കുടുംബം അല്ലെങ്കിൽ കുടുംബമെന്ന് പറയുന്നത്. ഈ സഭയെ നിന്ദിക്കുമ്പോൾ ഓർക്കുക, അതിൻ്റെ ഒരു ചെറിയൊരു ഫോമാണ് എൻ്റെ കുടുംബമെന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനായിട്ടാണ് തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാള് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ നിറയേണ്ടതാണ് കുടുംബമെന്ന് നസ്രത്തിലെ കുടുംബം നമ്മളെ പഠിപ്പിക്കും.
മേരിയെ കണക്ക് ഒരു ഭാര്യയും, ജോസഫിനെ കണക്ക് ഒരു ഭർത്താവും, യേശുവിനെ കണക്ക് ഒരു മകനും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കുടുംബം തിരുക്കുടുംബം ആകാതിരിക്കും എന്നാണ് ചോദ്യം. യൗസേപ്പിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരു കാര്യം നീതിമാൻ ആയിരുന്നു എന്നാണ്. ഈ യൗസേപ്പ് പറഞ്ഞതായിട്ട് ഒരു വചനം പോലും ബൈബിളിലില്ല. ജോസഫ് ഇങ്ങനെ പറഞ്ഞു എന്ന് ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. ദൈവം ആവശ്യപ്പെട്ടത്, ദൈവം പറഞ്ഞത് നിവർത്തിക്കുന്ന ഒരു ഭർത്താവ്. പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. ജീവിതത്തെ തകർക്കാവുന്ന, ഒരു കുടുംബ ജീവിതത്തെ തന്നെ തകർത്ത് കളയാവുന്ന വലിയൊരു പ്രശ്നം ജീവിതത്തിലുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ ആലോചനയിലൂടെ നേരിടുവാനായിട്ട് വിശുദ്ധ യൗസേപ്പിന് കഴിയുകയാണ്. ആരുമായിട്ടാണ് ആലോചന നടത്തുന്നത്? ദൈവവുമായിട്ട് ആലോചന നടത്തുന്നു. ദൈവവുമായിട്ട് ആലോചന നടത്തുന്നത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ സ്വപ്നം ഈ മനുഷ്യന് ലഭിക്കുകയാണ്. നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങോട്ടാണ് മാറി നിൽക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ദൈവം നിർദ്ദേശം നൽകുന്നു. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരുമായിട്ടാണ് കൂടിയാലോചന നടത്തുന്നത്? യൗസേപ്പിനെ പോലെ ദൈവവുമായിട്ട് കൂടിയാലോചന നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. പറയുമ്പോഴും ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ഒരു ആലോചന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണേ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കാം. നമ്മുടെ ചില വാക്കുകളുടെ നിയന്ത്രണമില്ലായ്മയാണ് ചില ജീവിത ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത്. ദൈവമേ, എൻ്റെ നാവിനെ കടിഞ്ഞാൺ ഇടണമേ എന്ന പ്രഭാഷകന്റെ പ്രാർത്ഥനയോടെ ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുക. നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ടായാൽ നിങ്ങളുടെ കുടുംബത്തെ നിയന്ത്രിക്കുവാനായിട്ട് പിതാവായി നിങ്ങൾക്ക് കഴിയുമെന്ന് യൗസേപ്പ് തൻ്റെ ദിവ്യ മൗനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവുമായിട്ട് ആലോചന നടത്തുന്ന ഒരു ഭർത്താവ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുമനസ്സിന് ഫിയാത്ത് പറയുന്ന, നിന്റെ ഹിതം സംഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാര്യ, മറിയത്തെ പോലെ ഒരു ഭാര്യ. നമ്മൾ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ട് യു ക്യാൻ, നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യുക, ബാക്കിയെല്ലാം ദൈവത്തിന് കൊടുക്കുക. ഏതാണ് നല്ലത് എന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണെന്ന്, നല്ലത് എന്താണെന്ന് ദൈവത്തിനറിയാം. അങ്ങനെയുള്ള ചിന്തയുള്ള ഒരു ഭാര്യയ്ക്ക് മാത്രമേ ദൈവത്തിൻ്റെ തിരുമനസ്സിന് അതേ എന്നും ഫിയാത്തെന്നും ഇതാ നിന്റെ ദാസി എന്നും പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഭാര്യയായി മാറണമേ എന്ന് നിങ്ങൾ അമ്മമാര് പ്രാർത്ഥിക്കണം. യേശുവിനെ കണക്ക് ഒരു പുത്രൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നവൻ. ഈ ജ്ഞാനവും അതുപോലെ തന്നെ പ്രായത്തിനൊത്ത വളർച്ചയുമൊക്കെ നമ്മുടെ കുഞ്ഞിന് ലഭിക്കണം. പക്ഷേ ഇപ്പോഴുള്ളത് വിജ്ഞാനവും പ്രായവും മാത്രമാണ്. ജ്ഞാനമെന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യന് നൽകുന്നതാണ്. അത് ദൈവവിശ്വാസം ആഴപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവരെല്ലാം ജ്ഞാനവും പ്രായവും മനുഷ്യരുടെ പ്രീതിയുമൊക്കെ നിലനിർത്തുന്ന മനുഷ്യരായി, മക്കളായി വളരുന്നതിന് വേണ്ടി. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് വന്ന് സംസാരിച്ചത് ഇപ്രകാരമാണ്: അച്ഛാ, എൻ്റെ അമ്മയും അപ്പനും ഞങ്ങൾ 2 മക്കളെ പഠിപ്പിച്ചത് സ്വന്തം കാലിൽ നിന്നാ മതി, വേറൊരു കാലിൻ്റെ ആവശ്യം നിനക്കില്ല. നമ്മൾ പണിയെടുക്കുന്നു, കാശുണ്ടാക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് ഒരു ബന്ധുക്കളുടെയും ആവശ്യം നമുക്കില്ല, ഒരു ബന്ധുക്കളുടെയും ആവശ്യമില്ല. അമ്മയും അപ്പനും നിർബന്ധമാണ്. കുടുംബത്തിൽ എന്ത് പരിപാടി നടന്നാലും ബന്ധുക്കളെല്ലാം പങ്കെടുക്കണം. പക്ഷേ ഒരു ബന്ധുവിൻ്റെയും പരിപാടിക്ക് നമ്മൾ പോവില്ല, കാരണം അവരുമായിട്ട് നമ്മൾ വഴക്കാണ്. പക്ഷെ അവരെല്ലാവരും നമ്മുടെ പരിപാടിക്ക് അല്ലെങ്കിൽ കല്യാണത്തിനും ജ്ഞാനസ്നാനത്തിനും ഒക്കെ വരണം. അതുകൊണ്ട് തന്നെ
ഒരു ബന്ധുക്കളുമായിട്ടും ബന്ധമില്ല, ഇപ്പോൾ പോക്കുവരവില്ല, ആരൊക്കെ എവിടെയാണെന്ന് അറിയില്ല. എന്നിട്ട് ഈ സഹോദരൻ ചെയ്യുന്നത് എന്താണെന്നോ, എല്ലാ ബന്ധുക്കളുടെയും വീടുകളിൽ പോകുവാനായിട്ട് അവസരം ലഭിക്കുമ്പോഴെല്ലാം പോകുന്നു. അവരുമായിട്ട് സ്നേഹബന്ധം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരുവാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരുവാൻ. കാരണം ദൈവം ബന്ധങ്ങളെ തന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ കുറേ പാഠങ്ങൾ നൽകുവാൻ കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ട ദിവസമാണ്. നമുക്കെങ്ങനെ നമ്മുടെ ഈ സീക്രട്ട് ഫാമിലിയെ ഹോളി ഫാമിലിയാക്കി മാറ്റാനായിട്ട് പറ്റും? കാരണം ഈ സീക്രട്ട് ഫാമിലി എന്ന് പറയാം, ഹോളി ഫാമിലി എന്ന് പറയുവാനായിട്ടുള്ള കാരണം അവിടെ ഒരു സീക്രട്ട് ഹാർട്ടുള്ള ഒരാളുണ്ട്. ഒരാള് സീക്രട്ട് ഹാർട്ടുള്ള ആളാണ്. ആരാണ്? യേശു. അതുപോലെ തന്നെ വിമല ഹൃദയമുള്ള ഒരാളുണ്ട്. ആരാണ്? പരിശുദ്ധ അമ്മ. നീതിമാനായ ഒരു ഭർത്താവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ഹോളി ഫാമിലിയായി, തിരുക്കുടുംബമായിട്ട് മാറി. നമ്മുടെയൊക്കെ കുടുംബവും നമ്മുടെയൊക്കെ ഹൃദയവും എന്തുകൊണ്ടാണ് സീക്രട്ട് ഹാർട്ടായി മാറാതെ സീക്രട്ട് ഹാർട്ടായി മാറുന്നത്, സീക്രട്ട് ഫാമിലി ആയിട്ട് മാറുന്നത്? ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയും, അച്ഛാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം മൊബൈൽ വന്നതാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചതാണ്. അവരെയൊക്കെ ചീത്ത വിളിക്കും. പക്ഷേ മൊബൈൽ ഉണ്ടായിട്ടും ഇൻ്റർനെറ്റുകൾ ഉപയോഗിച്ചിട്ടും വിശുദ്ധ കുടുംബമായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്നുണ്ട്. യേശുവിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകുന്ന, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കുടുംബങ്ങളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് കഴിയും. കാരണം നമ്മൾ യേശുവിനോടൊപ്പമല്ല നമ്മളുടെ കുടുംബങ്ങളെ പടുത്തുയർത്തുന്നത്. യേശുവിനോടൊപ്പം പടുത്തുയർത്തിയാൽ ബാബേൽ ഗോപുരം പോലെ ആവില്ല. ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് ജനം ആഗ്രഹിച്ചത് ദൈവത്തോട് മത്സരിക്കുവാനായിട്ടാണ്. ദൈവത്തോട് മത്സരിക്കുവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യന് ഭാഷ തകർക്കുക വഴി ദൈവം അവൻ്റെ അഹങ്കാരത്തെ തകർത്തു. അപ്പോൾ മേസ്തരിക്ക് കൂടെ വർക്ക് ചെയ്യുന്നവർ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ഇഷ്ടിക എടുത്തേണ്ടി വരുവാൻ പറയുമ്പോൾ മണലെടുത്തേണ്ടി വരും. തടിയെടുത്തേണ്ടി വരുവാൻ ആശാരി പറയുമ്പോൾ അവർ പോയി ചുറ്റിക എടുത്തേണ്ടി വരും. അങ്ങനെ പരസ്പരം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ആ പണി വഴിയിൽ വെച്ച് നിന്നുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കുടുംബവും. നമ്മുടെ കുടുംബത്തിൽ പരസ്പരം പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നിട്ട് പറയുകയാണ്, അവർക്ക് പരാതിയാണ്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഭർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: അച്ഛാ, ഒരുപാട് സമ്മാനം ഞാൻ ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു വള വാങ്ങിച്ചു കൊടുത്തു, സ്വർണ്ണവള. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് നല്ലൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. എന്തിൻ്റെ കുറവാണ് ഇവൾക്കുള്ളത്? നല്ല വീടുണ്ട്, കാറുണ്ട്, സമ്പത്തുണ്ട്. അതുപോലെ തന്നെ എന്തിനും ഏതിനും സഹായിക്കുന്ന നല്ലൊരു കുടുംബമുണ്ട്. എന്നിട്ടും എന്തേ ഇവളിങ്ങനെ പറയുന്നു, ഇവളെ മനസ്സിലാക്കുന്നില്ലെന്ന്? സംഗതികൾ ഇതാണ്. സാധനമല്ല, സാധനങ്ങളും വസ്തുക്കളുമല്ല സ്നേഹം. സ്നേഹത്തിന് അടയാളവും സ്നേഹിക്കപ്പെടുന്നവന് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ബോധവും നൽകുമ്പോഴാണ് സ്നേഹം ജീവനുള്ളതായി മാറുന്നത്. ചിലരൊക്കെ പരാതിപ്പെടുന്നുണ്ട്, നായയോട് പോലും വലിയ സ്നേഹമാണ്, ആ സ്നേഹത്തിൻ്റെ പകുതി പോലും മക്കളായ ഞങ്ങളോടും അമ്മയോടും ഇല്ല എന്ന്. നമ്മൾ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് മറന്നു പോകുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോഴാണ് ഒരു ചുംബനം നൽകുവാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോഴേ അപ്പനെ ചുംബിക്കുകയുള്ളൂ, അമ്മയെ ചുംബിക്കുകയുള്ളൂ. സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. കാരണം സ്നേഹം ജീവനുള്ളതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ജീവനുണ്ടാവണം.
നിങ്ങളുടെ സ്നേഹത്തിന് ഒരു ജീവൻ ഉണ്ടാകണം. അപ്പോഴേ കുടുംബ ജീവിതം ജീവനുള്ള ജീവസുറ്റതായിട്ട് മാറുകയുള്ളൂ. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്: ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന് അടയാളമുള്ള സ്നേഹമാക്കി മാറ്റണമേ. പരസ്പരം മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ. ഞങ്ങളുടെ മക്കളെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുവാൻ, മനുഷ്യരുടെ പ്രീതിയിൽ കൂടി വളർത്തി എടുക്കുന്ന, ബന്ധുക്കളെയൊക്കെ ബഹുമാനിക്കുന്ന, അവരുമായി ബന്ധം നിലനിർത്തുന്നവരാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. കാരണം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ആവശ്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ബംഗാളിയെ വെച്ച് നമ്മളെ സഹായിപ്പിക്കുവാനായിട്ട് പറ്റുകയില്ല. കുടുംബത്തിന് ആവശ്യം വരുമ്പോൾ നമുക്കും നമ്മുടെ ബന്ധുക്കളുടെ സഹായം വേണം. ആശ്വസിപ്പിക്കുവാനായിട്ട് സഹായികളെ ആവശ്യമാണ്. അപ്പോൾ അന്നത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ കുടുംബജീവിതത്തെ ഭദ്രമാക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്നും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യലേഖനമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനെന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകനും സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ രൂപം വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തിരുസഭയെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ടുള്ള കൃപ, പരസ്പരം മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ, സംശയങ്ങളെല്ലാം മാറി വിശ്വാസം ശക്തിപ്പെടുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ മാറ്റണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. കുടുംബത്തിലെ ഓരോ അംഗത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ആളെ സമർപ്പിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മാനസാന്തരം ആവശ്യമാണെങ്കിൽ ആ രീതിയിൽ ആത്മാവ് അവരെ നയിക്കുവാനായിട്ടിടയാകണമെന്ന് പ്രാർത്ഥിക്കുക. കുടുംബത്തിലെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പഠന മേഖലയിലായിരിക്കുന്നവർ, അതുപോലെ തന്നെ യുവാക്കളെ സമർപ്പിക്കുക. വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്നവരെ സമർപ്പിക്കുക. പ്രായമായിട്ടും വിവാഹപ്രായമായിട്ടും അതിന് ഒരു സാധ്യതയുമില്ലാതെ വലയുന്നവർ, അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കേണ്ടവർ, പരീക്ഷകൾ എഴുതേണ്ടവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവർ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പ്രായമായ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്നവർ, 65 വയസ്സിന് മേലിലുള്ളവർ, നിരാശയിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ നിമിഷം നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ ഓർക്കാം. നമ്മൾക്ക് താങ്ങും തണലുമായിരുന്നവർ, അക്ഷരവെളിച്ചം തന്ന അധ്യാപകർ, വിശ്വാസം തന്ന വൈദികർ, സന്യാസിനികൾ, എല്ലാവരുടെയും മരണമടഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി നൽകണമെന്നും അവിടുത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നിന്ന് ആരോടും പറയാത്ത സങ്കടങ്ങൾ, ഉള്ളിലെ വേദനകൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. സഹോദരങ്ങളെ, നമ്മുടെ ഈ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മൗഢ്യ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. പിതാവായ ദൈവമേ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ യൗസി പിതാവിൻ്റെയും മധ്യസ്ഥതയാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിൽക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സമ്പൂജ്യമായ രഹസ്യത്തിൻ്റെ തിരുനാളിൽ അവിടുന്ന് തൻ്റെ ദിവ്യപ്രകൃതിയിൽ അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി. കാലാകാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലാതിരേകത്താൽ തുടങ്ങി അങ്ങനെ ചിതറിക്കപ്പെട്ടവരെല്ലാം തന്നിൽ ശേഖരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്ധരിക്കുകയും വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും ആഹ്ലാദപൂർവം അങ്ങയോടുകൂടെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ മാലാഖമാരോടും ചേർന്ന് അങ്ങയെ പുകഴ്ത്തുന്നു.
കർത്താവെ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മഴ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും ആർക്കരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമൊങ്ങും വ്യാപിച്ചടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്തികയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടലുണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവെ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ അനുയോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
പ്രിയപ്പെട്ടവരെ, വൈകിട്ടത്തെ തിരുക്കർമ്മങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ 2-ാം ദിവസമാണ്. വൈകുന്നേരം 5:30 ജപമാല, 6 മണിക്ക് ദിവ്യബലി ഇംഗ്ലീഷിലായിരിക്കും. അത് കഴിഞ്ഞ് ലതീഞ്ഞ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. ഏവർക്കും നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവായ ദൈവമേ, സ്വർഗീയ കൂദാശകളാൽ പരിപോഷിതരായ ഇവരെ തിരുകുടുംബത്തിന്റെ മാതൃകയിൽ നിരന്തരം അനുകരിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിവസം തേരുകയാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബത്തിൻ്റെ മാതൃക അനുകരിക്കുവാൻ ഈ ദിവസം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോൾ സ്തുതിയായിരിക്കട്ടെ. യേശുവേ